പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തു പറഞ്ഞാലും വളച്ചൊടിക്കാനുള്ള ഒരു വല്ലാത്ത ബിരുദം നമ്മുടെ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട്. അറ്റൻബറോയുടെ സിനിമ ഗാന്ധി വന്നതിന് ശേഷമാണ് മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞത് എന്ന് നരേന്ദ്രമോദി പറഞ്ഞു എന്ന പേരിൽ ഒരു വ്യാജ പ്രചാരണം നടക്കുന്നുണ്ട്. മോദി അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അല്ല, യഥാർത്ഥത്തിൽ എന്താണ് മോദി പറഞ്ഞത്? അല്ല, മോദി പറഞ്ഞതിൽ ആറ്റൻബറോ എന്നില്ല. പക്ഷേ ഞാൻ മനോരമ വായിച്ചപ്പോഴും ആ ഇൻട്രോ തുടങ്ങുന്നത് ആറ്റൻബറോയുടെ 1982 ഇറങ്ങിയ ഗാന്ധി എന്ന സിനിമ കൊടുത്തതാണ്. മോദി പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധി സിനിമ വന്നപ്പോൾ ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അതെ, പലരും അത്ഭുതപ്പെട്ടു. അത് പക്ഷെ ഞാൻ ഹിന്ദി നോക്കുന്നതിന് മുമ്പ് ഈ മോദി പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയട്ടെ. ഞാനത് എഴുതിയിട്ടുണ്ടായിരുന്നു, ഹിന്ദിയും അതിന്റെ പരിഭാഷയും. ഇങ്ങനെ ഗാന്ധി സിനിമ വന്നപ്പോൾ ഇങ്ങനൊരു മനുഷ്യൻ ഉണ്ടായിരുന്നോ എന്ന കൗതുകം ആളുകളിൽ ഉണ്ടായി. ഇതാണ് ഹിന്ദി ആളുകളെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയായിരുന്നു ഈ മനുഷ്യൻ എന്ന് സ്വാഭാവികമായും തോന്നും. അങ്ങനെ ആളുകൾക്ക് തോന്നിയിരുന്നു. കാരണം അതിൻ്റെ അകത്ത് അത്തരം ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നിന്നും വായിച്ചിട്ടില്ലാത്ത യുവാക്കളൊക്കെ കാണുമല്ലോ. അവർക്ക് വേണ്ടി മോദി പറഞ്ഞതാണ്. മനോരമയിൽ തന്നെ ആ ഭാഗം പരിഭാഷ ചെയ്യുന്ന ഭാഗത്ത് ഈ ആറ്റൻബറോ എന്നില്ല കേട്ടോ. പക്ഷെ മഹാത്മാവാണ് ഗാന്ധി എന്ന് പറഞ്ഞാണ് ആ ഉദ്ധരിക്കുന്ന ഭാഗം തുടങ്ങുന്നത് ഗാന്ധിയെ പറ്റിയിട്ട്. ഇനി ഇന്ദിരാഗാന്ധിക്ക് ഡൊറോത്തി നോർമാൻ എന്ന് പറഞ്ഞ അമേരിക്കയിൽ വലിയൊരു സുഹൃത്തുണ്ടായിരുന്നു. ഈ ഡൊറോത്തി നോർമാൻ അവരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കത്തെഴുതുമായിരുന്നു ഇന്ദിരാഗാന്ധി. അത് ഇന്ദിരയെ പറ്റി ഇവര് സോണിയ എഴുതിയ പുസ്തകത്തിലും ഉണ്ട്. ഗാന്ധി സിനിമ വന്നപ്പോൾ ആറ്റൻബറോയുടെ, മോദിയുടെ ഗാന്ധിയുടെ കാര്യം ഞാൻ വേറെ പറയാം. ആറ്റൻബറോയുടെ ഗാന്ധി വന്നപ്പോൾ ഇന്ദിരാഗാന്ധി ഡൊറോത്തി നോർമാൻ എഴുതിയ 3-4 വാചകം ഞാൻ വായിക്കാം. ദ ഗാന്ധി ഫിലിം has opened with much fanfare. It is impressive. It is good to the world to know what Gandhiji stood for. ലോകം ഗാന്ധി എന്തിനു വേണ്ടി നിലകൊണ്ടു എന്ന് മനസ്സിലാക്കാൻ സിനിമ നല്ലതാണെന്ന്. അതെ. Yet for those who lived through those times, the film is a spectacle, grand and powerful, yet lacking some essential quality in the spirit that is India. The tragedy is that no Indian filmmaker has been inspired by the greatness and drama of that great mass movement or the remarkable men and women who led it. ആ സിനിമ വന്നപ്പോൾ ഇന്ദിരാഗാന്ധിയും ആളുകൾക്ക് കണ്ടപ്പോൾ ഗാന്ധി ആരാണെന്നും ലോകത്ത് അദ്ദേഹം എന്തിനു വേണ്ടിയാണ് നിലകൊണ്ടത് ഈ ലോകത്ത് എന്നും സിനിമയിൽ നിന്നും മനസ്സിലായി എന്ന് എഴുതിയിട്ടുണ്ട്. അതെ അതെ, ഒരു സിനിമ ഒരാൾക്ക് പ്രചോദനവും സന്ദേശനവും നൽകുന്നു എന്നല്ലേ. അതെ അതെ, ഞാൻ നോക്കുന്നത്, ഞാനിപ്പോ മോദിയുടെ പ്രസംഗത്തിന്റെ എക്സാക്ട് വേർഡിംഗ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പഹലി ബാർ ജബ് ഗാന്ധി ഫിലിം ബനി തബ് ദുനിയ മേ ക്യൂരിയോസിറ്റി ഹുയി. അച്ഛാ യേ കോൺ ഹേ. ആദ്യമായി ഗാന്ധി സിനിമ കണ്ടപ്പോൾ ആളുകൾക്ക് അത്ഭുതമുണ്ടായി. അതെ, ദൈവമേ, ഈ മനുഷ്യൻ ആരാണ് ഇദ്ദേഹം എന്ന് ചോദിച്ചുപോയി എന്നാണ് അതിന്റെ മലയാളത്തിൽ ഏകദേശ തർജ്ജിമ, അല്ലേ? അതെ. ഇപ്പൊ സവർക്കറെ പറ്റി ജാനകി ബാക്കിലെ എഴുതിയ പുതിയ പുസ്തകം വായിക്കുമ്പോഴും ഇത്രയൊക്കെ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. സവർക്കറെ പറ്റി ഒരുപാട് അറിഞ്ഞിട്ടും ഒരു പുതിയ കാര്യം കാണുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്തു. അതെ, ഗാന്ധി എന്ന് ലോകത്ത് പലരും കേട്ടിട്ടുണ്ട്. പക്ഷേ ഗാന്ധി സിനിമ കൂടെ വന്നപ്പോൾ ഗാന്ധി ഇത്ര വലിയ ആളായിരുന്നോ എന്ന് കൗതുകം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതാണ് പറഞ്ഞത്, ഗാന്ധി സിനിമ വന്നതുകൂടി ലോകത്തിന് ഗാന്ധിയെ കൂടുതൽ അറിയാൻ കഴിഞ്ഞു. ഇത് എനിക്ക് തോന്നുന്നു പണ്ട് മോദി പറഞ്ഞല്ലോ, ഈ എൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ നാട്ടിലുള്ള കള്ളപ്പണം മുഴുവൻ പിടിച്ചെടുക്കും. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ മുഴുവൻ കള്ളപ്പണവും പിടിച്ചെടുത്താൽ ഓരോ ഇന്ത്യക്കാരനും 15 ലക്ഷം രൂപ വീതം കൊടുക്കാനുള്ള തുകയുണ്ടാവും എന്നാണ് മോദി പ്രസംഗിച്ചത്. ഇപ്പോഴും ആ പ്രസംഗം ലഭ്യമാണ്. അത് വളച്ചൊടിച്ച് ഓരോ ഇന്ത്യക്കാരനും 15 ലക്ഷം രൂപ കൊടുക്കുമെന്ന തരത്തിൽ നട്ടാൽ കുരുക്കാത്ത കള്ളം പറഞ്ഞവരാണ് പ്രതിപക്ഷവും. അത് ആവർത്തിച്ചവരാണ്
ഹിന്ദി അറിയാമായിരുന്നിട്ടും വേണമെങ്കിൽ മലയാള മാധ്യമങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഹിന്ദി അറിയാവുന്ന വല്ല മാഷന്മാരെയും കൊണ്ട് വായിച്ച് മനസ്സിലാക്കിച്ചെടുക്കാമായിരുന്ന നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോഴും പറയാറുണ്ട്. ചില ലേഖകരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പുട്ടിന് പേരിടുന്നത് പോലെ ചോദിക്കും 15 ലക്ഷം കിട്ടിയോന്ന്. ഹിന്ദിയൊന്നും കേട്ടാൽ മതി, ഈ കള്ളപ്പണം മുഴുവൻ തിരിച്ചു കൊണ്ടുവന്നാൽ 15 ലക്ഷം കൊടുക്കാനുള്ള തുക ഉണ്ടാകുമെന്നാണ് മോദി പറഞ്ഞത്. അതുപോലെ വളച്ചൊടിച്ച് ഇപ്പോൾ ഗാന്ധി സിനിമ വന്നതോടെയാണ് ഗാന്ധിയെ ലോകം അറിഞ്ഞത് എന്നല്ല പറഞ്ഞത്, പറഞ്ഞില്ല അദ്ദേഹം. അതെ, മാത്രല്ല മോദി പറഞ്ഞ ഒരു സ്ഥലത്തും ആറ്റൻ ബെറോയുടെ 1982 ഗാന്ധി എന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ അതിനു മുമ്പ് സിനിമ വന്നു 1963 മറ്റേ 9 Hours to Rama എന്ന് പറഞ്ഞ നിരോധിക്കപ്പെട്ട പുസ്തകം. അത് സ്റ്റാൻലി വോൾപ്പർട്ടൻ നോവൽ പോലെ എഴുതിയിരിക്കുന്നതാണ്. ചില സമയത്ത് നോവൽ എന്നുള്ള രൂപത്തിൽ എഴുതുന്നത് ചില ചരിത്ര സത്യങ്ങൾ പറഞ്ഞാൽ ഈ ഭരണം നടത്തുന്നവർക്ക് പിടിക്കാത്തതുകൊണ്ടാണ്. ആ സ്റ്റാൻലി വോൾപ്പർട്ട് എഴുതിയ അദ്ദേഹം എമറിറ്റസ് പ്രൊഫസറൊക്കെയാണ് കേട്ടോ, വിദേശ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ അകത്ത് നെഹ്റുവിനെ സംശയിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഈ ഗാന്ധിവധത്തിന്റെ കാര്യത്തിൽ. കാരണം അങ്ങനത്തെ ഒരുപാട് സംശയാസ്പദ സാഹചര്യങ്ങൾ നിരോധിച്ചു. അപ്പോൾ നിരോധിക്കുമെന്ന് സംശയിച്ചിട്ട് ഈ റോബർട്ട്സൺ ഇദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് നേരത്തെ കൊടുത്തിരുന്നു INB മിനിസ്ട്രിക്ക്. നിങ്ങൾ നോക്കിയിട്ട് പിന്നീട് സെൻസർ ചെയ്തൊക്കെ കിട്ടുമോ എന്നൊക്കെ നോക്കിയിട്ട് പറഞ്ഞു വന്നിട്ട് ചെയ്താൽ മതി എന്ന്. ഇവിടുന്ന് അപ്രൂവ് ചെയ്തിട്ടാണ് 9 Hours to Rama സിനിമയാക്കി എടുത്തത്. അതിൽ ഗോഡ്സേയുടെയും രംഗങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അതിപ്പോൾ യൂട്യൂബിൽ കിട്ടും കേട്ടോ, 9 Hours to Rama എന്ന് പറയുന്നത്. നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് തിരഞ്ഞു നോക്കാം. അപ്പോൾ ഈ നമ്മുടെ മറ്റേ പുസ്തകവും നിരോധിച്ചു നെഹ്റു, സിനിമയും നിരോധിച്ചു ഇന്ത്യയിൽ. ആ പുസ്തക നിരോധനം സത്യത്തിൽ മോദി സർക്കാർ വന്നപ്പോൾ എടുത്ത് കളയേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ വിപുലമായിട്ട് ആ പുസ്തകം വായിക്കപ്പെടുമായിരുന്നു. ഗാന്ധി വധത്തിനെ പറ്റിയും പുതിയ കാര്യങ്ങളൊക്കെ അറിയാൻ സർക്കാരിന്റെ ശ്രദ്ധയിൽ അത് പെടുത്തിയിട്ടുണ്ടാവില്ല. ഇനിയും അത് ചെയ്യേണ്ടതാണ്. കാരണം ഞാൻ ഇപ്പം അത് അവൈലബിൾ ആണോ എന്ന് ഇന്നലെ നോക്കിയപ്പോൾ അമേരിക്കയിൽ എന്തോ വലിയ ഡോളറൊക്കെ കൊടുത്താൽ കിട്ടുന്ന അമേരിക്കൻ ആമസോണിലെ ആ പുസ്തകം ഉള്ളൂ, ഇവിടെ ഇല്ല അതിപ്പോ. അപ്പോൾ ആ നെഹ്റുവിനെ പറ്റി ഇയാൾ പുസ്തകത്തിന് നികുതി കുറച്ചിരിക്കുകയാണ്, ആളുകൾ വായിച്ചു വളരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സ്തുതി പാഠനമൊക്കെ നടത്തുന്ന ആളുകളുണ്ട് ഇവിടെ. നെഹ്റു ഇങ്ങനെ പലതും നിരോധിച്ചിട്ടുള്ള ആളാണെന്നുള്ളത് ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് നെഹ്റുവിന്റെ പൈതൃകം. ആദ്യമായി പത്രമാരണ നിയമം കൊണ്ടുവന്നത് നെഹ്റുവാണ്. അതെ. എന്നിട്ട് ഈ വക പരിപാടികൾ മുഴുവൻ മാത്രമല്ല, ഈ മോദി സ്വച്ഛ് ഭാരത് മിഷൻ ഉണ്ടാക്കുമ്പോൾ ഗാന്ധി കണ്ണടയാണ് അതിൻ്റെ ലോഗോ. അദ്ദേഹം സബർമതിയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉൾപ്പെടെ 3000 കോടിയുടെ പദ്ധതി ഈ പട്ടേൽ പ്രതിമ ഉണ്ടാക്കുക മാത്രമല്ല ചെയ്തത്. സബർമതി കാരണം സബർമതിയുടെ ഈ സ്ഥലമുണ്ടല്ലോ, എത്ര ഏക്കറാണെന്നുള്ളത് ഞാൻ മറന്നുപോയി. പക്ഷേ അതിൽ അത്രയും ഏക്കർ ഇപ്പോൾ കാണാനില്ല അളക്കുമ്പോൾ. അപ്പോൾ അപ്പുറത്തുനിന്ന് കുറേ സ്ഥലമൊക്കെ മേടിച്ചിട്ട് സബർമതി ഒന്നുകൂടി വൃത്തിയാക്കി 3000 കോടി രൂപയുടെ ഒരു പദ്ധതി അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. ഗോപാൽകൃഷ്ണ ഗാന്ധി അത് നടപ്പാക്കരുത്, ലളിത ജീവിതം നയിച്ചിരുന്ന ആളാണ് ഗാന്ധി എന്നും പറഞ്ഞിട്ട് കോടതിയിൽ പോയിട്ട് അത് സ്റ്റേ ചെയ്ത് കിടക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ കൂടി ചെയ്തയാളാണ് മോദി ഗാന്ധിക്ക് വേണ്ടി. ഗാന്ധിയെ തൊഴുന്നതും പ്രാർത്ഥിക്കുന്നതുമായിട്ടുള്ള എത്രയോ ഗാന്ധിയെ സനാതനിയായിട്ട് കാണുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് മോദി ചെയ്യുന്നത്. പക്ഷേ നെഹ്റു എന്താ ചെയ്തത്? 1929 തന്നെ നെഹ്റുവിന് കത്തെഴുതിയിട്ടുണ്ട്. അങ്ങയുടെ നയം ഗ്രാമസ്വരാജാണ്, അത് ഇന്ത്യയെ 60 കൊല്ലം പിന്നോട്ട് കൊണ്ടുപോകുന്ന. നെഹ്റു ഗാന്ധി കത്തെഴുതി. നെഹ്റു ഗാന്ധിക്ക് കത്തെഴുതി, ഈ നയമല്ല എൻ്റെത്, അത് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നയമാണ്, അതുകൊണ്ട് എനിക്കിത് സ്വീകാര്യമല്ല. നയം സ്വീകാര്യമല്ല. നയം സ്വീകാര്യമല്ല എന്ന് പറഞ്ഞിട്ട് നെഹ്റു എന്താ ചെയ്തത്? മറ്റേ 1927 സോവിയറ്റ് യൂണിയനിലേക്ക് പോയി 10ാം വാർഷികം കൊണ്ടാടാൻ. മറ്റേ മഹത്തായ ഒക്ടോബർ വിപ്ലവത്തിൻ്റെ 10ാം വാർഷികം കൊണ്ടാടാനായിട്ട്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പുസ്തകം എഴുതിയ റഷ്യയെ പറ്റി, ലെനിൻ മഹാനാണെന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞാണ് ലെനിൻ യഥാർത്ഥത്തിൽ ആരാണെന്നൊക്കെ ഉള്ളത്
അവിടെ സഹാക്കളെ കൊന്നൊടുക്കിയത്, താമ്പവും കലാപവും അമർച്ച ചെയ്തത്, 2.5 ലക്ഷം കർഷകരെ കൊന്നൊടുക്കി. കാരണം അവിടുത്തെ കർഷകർ അവിടുത്തെ ഗോതമ്പൊക്കെ വേണം, നഗരങ്ങളെ തീറ്റിപ്പോറ്റാൻ എന്നൊക്കെ ഉത്തരവൊക്കെ ഇറക്കി. ഇതൊന്നും നടന്നില്ല. ഇതാണ് ഈ നെഹ്റു കുടുംബം ഗാന്ധിയോട് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ. മാത്രമല്ല അദ്ദേഹം ഉപവാസം കിടന്നല്ലോ. പാകിസ്ഥാൻ വിഭജന കാലത്ത് പാകിസ്ഥാനിൽ നമ്മൾ ഇത്ര പൈസ, ഇത്ര പാത്രങ്ങൾ നമ്മൾ ഈ ഭാഗം വെക്കുമ്പോൾ കുടുംബത്തിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നത് ഈ അന്നത്തെ അവിഭക്ത ഇന്ത്യയുടെ കറൻസിയിൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് സീലടിച്ചിട്ടാണ് ഉപയോഗിച്ചിരുന്നത് പാകിസ്ഥാൻ വന്നപ്പോൾ. അപ്പോൾ പാകിസ്ഥാന് കൊടുക്കാനുള്ള പൈസ മുഴുവൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഗാന്ധി അങ്ങോട്ടൊരു പദയാത്ര നടത്താനിരിക്കുകയായിരുന്നു ലാഹോറിലേക്ക്. ആ സമയത്താണ് ഈ ഗോഡ്സെക്ക് ഈ അല്ല പദയാത്രയല്ല, ആ പണം കൊടുപ്പിച്ചു. ഗാന്ധി നിരാഹാരം ഇരിക്കുമ്പോൾ നെഹ്റുവും പട്ടേലും തമ്മിൽ സംസാരിക്കുന്നില്ല, പരസ്പരം മിണ്ടാത്ത അവസ്ഥയിലാണ്. അവരെ ഈ ഉപവാസ കിടക്കയിൽ ഇരുത്തിയിട്ട് ഗാന്ധി പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം സംസാരിച്ച് സഹകരിച്ച് പോകുമെന്നാണ്. അപ്പോൾ പട്ടേലായിരുന്നു ശരിക്കും ഗാന്ധിയുടെ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത്. മറ്റേ ആശ്രമകാലം മുതൽ നെഹ്റു അങ്ങനെ ഗാന്ധിയുടെ കൂടെ നടന്നിട്ടുള്ള ആളുമല്ല, നയത്തിൻ്റെ ആളുമല്ല. അപ്പോൾ ഗാന്ധിയെ എങ്ങനെയെങ്കിലും ആ സമയത്ത് ഒഴിവാക്കി കിട്ടിയാൽ ഗുണമുണ്ടാകുന്നത് നെഹ്റു മാത്രമാണ്. ബെനഫിറ്റ് കിട്ടുന്ന ആർക്കാണെന്നാണല്ലോ സാധാരണ നോക്കുക. അന്ന് RSSനും ഗുണമുണ്ടാവില്ലായിരുന്നു, അന്ന് BJP എന്ന് പറഞ്ഞ പാർട്ടിയും ഇല്ലായിരുന്നു. ഇതാണ് വാസ്തവം. ഏതായാലും ഒരിക്കൽ കൂടി ഗാന്ധിയെക്കുറിച്ച് ഒരു കള്ളം പറയുകയാണ് കോൺഗ്രസ് പാർട്ടി. ഗാന്ധിയെക്കുറിച്ച് ഒരുപാട് കള്ളങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഗാന്ധി പേര് പോലും കള്ളമാണ്. അതെ, ഗാന്ധിയുമായി ഒരു ബന്ധവുമില്ലാതെ ഗാന്ധിയുടെ പേര് വ്യാജമായി ഉപയോഗിക്കുന്നവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഒരു വാചകത്തെ വളച്ചൊടിച്ച് അത് ഒരു വിവാദമാക്കുകയാണ്. പക്ഷെ മാധ്യമങ്ങൾക്കൊരു പങ്കില്ലേ? മാധ്യമങ്ങൾക്ക് അറിയാമല്ലോ, അവരുടെ കയ്യിൽ ഇതിൻ്റെ ഫുട്ടേജ് ഉണ്ട്. എന്താണ് മോദി പറഞ്ഞത്, അതിൻ്റെ പരിഭാഷ എന്താണെന്ന് പറയാൻ കഴിയുന്ന മാധ്യമങ്ങളും ഈ കള്ളം ഏറ്റുപിടിച്ച് ഇന്ദിരാഗാന്ധിയുടെ വായിച്ച അത്രേ ഗാന്ധിയും പറഞ്ഞിട്ടുള്ളൂ. ആ സിനിമ കണ്ടപ്പോൾ ആറ്റൻബറോ ഒന്നും പറഞ്ഞിട്ടില്ല. 1963 സിനിമയുമാകാം കണ്ടപ്പോൾ ഇങ്ങനൊരു ആദ്യത്തെ ഗാന്ധി ചിത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവര് പലരുവേ മാധ്യമങ്ങള്. ഗാന്ധി ചിത്രം നേരത്തെ ഉണ്ടല്ലോ, അതറിയില്ലായിരുന്നു. ഏത് ഗാന്ധി സിനിമ എന്നതുപോലും പറഞ്ഞിട്ടില്ല. ഏതായാലും നമുക്ക് മോദി പറഞ്ഞ വാചകം ഒരിക്കൽ കൂടി വായിച്ചുകൊണ്ട് നമ്മുടെ ഈ സംഭാഷണം അവസാനിപ്പിക്കാം. മോദി പറഞ്ഞത് ഇങ്ങനെയാണ്: പഹലി ബാർ ജബ് ഗാന്ധി ഫിലിം ബനി തബ് ദുനിയ മേ ക്യൂരിയോസിറ്റി हुई. अच्छा ये कौन है? The first time when the Gandhi film was made, the world was curious. Who is this man? അതെ, ഇതാണ് എൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ. ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നോ എന്നാണ് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നോ, എൻ്റെ ദൈവമേ. സുനിൽ ഇപ്പൊ വായിച്ചപ്പോ പഹലി ബാർ പറഞ്ഞാൽ തുടങ്ങുന്നത്. അതെ, അപ്പൊ ആദ്യത്തെ ഗാന്ധി സിനിമയെ പറ്റിയാണ് പറയുന്നത്. 1963 ഗാന്ധി സിനിമ ആദ്യത്തെ ഗാന്ധി സിനിമയല്ല അറ്റൻബറോയുടെ സിനിമ. 1963 ഗാന്ധി സിനിമയാണെങ്കിൽ അന്ന് മോദിക്ക് 13 വയസ്സ്. അതെ, ഒരുപക്ഷെ 13കാരനായ മോദി ആ സിനിമ കണ്ടിട്ട് അത്ഭുതപ്പെട്ട് ദൈവമേ ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞിരിക്കാം. ആ ഓർമ്മയായിരുന്നിരിക്കാം അദ്ദേഹം പങ്കുവെച്ചത് ഒരു ചാനലിനോട്. അതെ, ഇവിടെയും ഒരു ചാനല് ആണ് ഈ വളച്ചൊടിച്ചത് ആദ്യം കയറ്റിവിട്ടത്. ഏതായാലും മോദി പറഞ്ഞത് എന്താണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കട്ടെ. കള്ളം പറയുക എന്നുള്ളത് കേരളത്തിലെ മാധ്യമങ്ങളുടെ, ഇന്ത്യയിലെ ചില മാധ്യമങ്ങളുടെ പ്രധാന തൊഴിലാണ്, പൈതൃകവുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.